ഇതാണ് iPhone 17. ഒരുപാട് പേരായി എന്നോട് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിതിൻ്റെ വെറും ഒരു അൺബോക്സിംഗ് കാണിക്കാതെ ഒരു കമ്പാരിസൺ പോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. കാരണം 16-മായിട്ടല്ല കേട്ടോ കമ്പാരിസൺ. 16-നേക്കാൾ എല്ലാ മേഖലയിലും ബെറ്ററാണ്. 16 Pro ഇപ്പോൾ 69 രൂപ ഓഫറിലൊക്കെ നമുക്ക് കിട്ടുന്ന iPhone 16 Pro പലരും എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 16 Pro Max എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് ഈ ഒരു കമ്പാരിസണിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമാകാൻ പോകുന്നത്. കാരണം പല കാര്യങ്ങളിലും ക്യാമറ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും ഈ പറയുന്ന പ്രോ ഫോണുകളെക്കാൾ കുറച്ചുകൂടി ബെറ്റർ സെറ്റപ്പ് iPhone 17 ആണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ ഇതെന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഡിസൈനിൽ, ഡിസ്പ്ലേയിൽ, പെർഫോമൻസിൽ, ക്യാമറയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കണ്ടറിഞ്ഞ് വെച്ചോളൂ. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്രോ തന്നെയാണെങ്കിൽ നിങ്ങൾ പ്രോ എടുക്കുക. ബട്ട് വാല്യൂ ഫോർ മണിയാണ് നോക്കുന്നതെങ്കിൽ അത് 17 ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളായാലും ശരി, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഐഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉടനെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അബദ്ധമാവും. ഇത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് പ്രോ എടുക്കാൻ പോയാൽ ചില കാര്യങ്ങളിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് പരിശോധിച്ചാലോ. സമയം ഒട്ടും കളയണ്ട. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യട്ടെ. 16 Pro എന്ന് പറയുന്നത് ഒരു പ്രോ ഫോണാണ്. അതായത് Pro Max എന്ന് പറയുന്നത് ഈ ഒരു 3 ക്യാമറ സെറ്റപ്പൊക്കെയുള്ള ടൈറ്റാനിയം ഫ്രെയിമൊക്കെയുള്ള ഒരു നല്ല പ്രീമിയം ഫീലുള്ള ഫോണാണ്. അത് എന്തായാലും ബേസ് മോഡലിനില്ല, അതിന് തർക്കമില്ല. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ലുക്ക് ഫീല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 16 Proയോ Pro Maxോ ഒക്കെ തന്നെ എടുത്തോളൂ. 70 രൂപ 80 രൂപ റേഞ്ചിൽ, 80-90 രൂപ റേഞ്ചിലൊക്കെ പ്രോയും Pro Max ഒക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിന് പോവാം, നോ പ്രോബ്ലം. ആ ഒറ്റ കാര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് നോക്കാം. അതായത് ഡിസ്പ്ലേ, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.3 ഇഞ്ച് വരുന്ന ആ പ്രോ ഡിസ്പ്ലേ തന്നെയാണ്. 16 Proയിൽ ഇരിക്കുന്ന 6.3 ഇഞ്ചുള്ള ആ സെയിം ഡിസ്പ്ലേ ക്വാളിറ്റിയുള്ള സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബേസ് മോഡൽ ആയതുകൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതായത് പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിൻ്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. സൈസ് 6.3 ഇഞ്ചാണ്. ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇങ്ങനെ പ്രോ ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ള എല്ലാ സംഭവങ്ങളും, 16 Proയിലുള്ള എല്ലാ സംഭവങ്ങളും, അല്ലെങ്കിൽ 16 Pro Maxലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഫോണിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൽ ചില എക്സ്ട്രാ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്നൊരു കോട്ടിംഗ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ നിറക്ക് പിടിക്കുമ്പോൾ ഈ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ ആ റിഫ്ലക്ഷൻ അത്ര അധികം അങ്ങോട്ട് കാണില്ല, കുറച്ച് കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ S25 അൾട്രയുടെ അത്രയില്ല, അതിൽ നല്ലൊരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളതാണ്. അത്രയുമില്ല. എന്നാലും നിങ്ങളിപ്പോൾ ഓൾറെഡി ഉള്ള പ്രോ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ബെറ്ററാണ്, ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട്. ഇത് മാത്രമല്ല സെറാമിക് ഷീൽഡ് 2 ആണ് വരുന്നത്. അതായത് 3 ഇരട്ടി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് ഇതിലുള്ള പ്രോയിലുള്ള 16 Proയിൽ അല്ലെങ്കിൽ 16 Pro Maxിലേക്കുള്ള ഡിസ്പ്ലേ പ്രൊട്ടക്ഷനേക്കാൾ 3 ഇരട്ടി 3 ടൈംസ് ബെറ്റർ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ. അത്രയും കുറവേ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉള്ളൂ എന്നർത്ഥം. സോ ബെറ്റർ ഡിസ്പ്ലേ ബിൽറ്റ് ക്വാളിറ്റിയും ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും അടക്കം പ്രോ ഫോണുകളുള്ള എല്ലാ ക്വാളിറ്റിയും അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. സോ ബെറ്റർ ഡിസ്പ്ലേ സെറ്റപ്പ് 17-ലാണ്. ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് നമുക്ക് 16 Proയിൽ കിട്ടുന്നത്. എന്നാൽ 17-ൽ 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഔട്ട്ഡോർ കൊണ്ടുപോയി ഉപയോഗിച്ചപ്പോൾ നല്ല രീതിക്ക് എനിക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്തു. അതായത് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ബ്രൈറ്റർ ആയിട്ട് നമുക്ക് 17-ൻ്റെ ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഉറപ്പായിട്ടും ബെറ്റർ ഡിസ്പ്ലേ സെറ്റപ്പ് 17-ലാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം, അതായത് നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി കുറേ പേര് എടുക്കുന്നുണ്ടല്ലോ, അവരോട് പറയാനുള്ളതാണ് 17-ൽ A19 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. പ്രോയും കൂടിയല്ല, A19 ആണ്. ഇതിൽ A18 ആണ്, 18 Pro ആണ് ഇരിക്കുന്നത്. പ്രോയിലും Pro Maxിലും ഒക്കെ ഇരിക്കുന്നത്. അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് യൂഷ്വലി 1.9 മില്യൺ റേഞ്ചിലാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് ഈ iPhone 16 Proയ്ക്കും Pro Maxിനും ഒക്കെ. ഞാനിവിടെ Pro Maxിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1.7 മില്യൺ ആൻറ്റിറ്റ്യൂഡ് സ്കോർ. 17 ലക്ഷത്തിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഞാൻ നമ്മുടെ 17-ൽ ടെസ്റ്റ് ചെയ്തു, 24 ലക്ഷം 2.4 മില്യൺ ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ്. അതായത് നമ്മുടെ പ്രോ ഫോൺ കഴിഞ്ഞ വർഷം 16 Pro Max തുടങ്ങിയ ഫോണുകളെ വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് പുതിയ iPhone 17 ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. സോ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ നോക്കുന്നതെങ്കിൽ പോലും 16 Proയോ Pro Maxോ എടുത്താലും നിങ്ങൾക്ക് ഇത്രയും ഒരു പെർഫോമൻസ് കിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ബെറ്റർ പെർഫോമൻസ് കൊണ്ട് ഈ പറഞ്ഞ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗെയിം നല്ല FPS സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് കളിക്കുകയും ചെയ്യാം. സോ അടിപൊളി പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് കിട്ടും. iOS 26ഉം ആപ്പിൾ ഇൻ്റലിജൻസും എല്ലാം ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ ഭാഗത്ത് യാതൊരു ടെൻഷനും വേണ്ട. ബെറ്റർ iPhone 17 ആണ് 16 Proയും 16 Pro Maxിനേക്കാളൊക്കെ. പക്ഷേ ഒരു സാഡ് കാര്യം ഇപ്പോഴേക്ക് പറയാനുള്ളത്, ഇതിൽ വരുന്ന സ്മൂത്ത് എക്സ്ട്രീം എന്ന ഒരു സെറ്റപ്പേ നമുക്ക് ഈ ഒരു BGMIയിലൊക്കെ ഇപ്പോൾ ഇതിൽ കാണുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ എനേബിൾ ചെയ്ത് കിട്ടുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പോൾ സ്മൂത്ത് എക്സ്ട്രീം ഉള്ളൂ. ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് നാളെ 90 FPS 120 FPS ഗെയിം കളിക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ. ആ സെറ്റപ്പ് ഇപ്പോഴേക്ക് ഇതിൽ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. സോ അത് വരും. ഗെയിം കളിക്കാനാണ് എടുക്കുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇത് വരുമോ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എന്ന് അന്വേഷിച്ച് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കുക. ഇപ്പോഴേക്ക് എക്സ്ട്രീമേ കാണുന്നുള്ളൂ BGMIയിൽ. സോ മൊത്തത്തിൽ പെർഫോമൻസിൽ ഈ ഒരു ഫോൺ എങ്ങനെ നോക്കിയാലും iPhone 17 ആണ് കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോണുകളെക്കാൾ ബെറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ പെർഫോമൻസിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ക്യാമറയും വളരെ വിചിത്രമായ രീതിയിൽ വ്യത്യസ്തമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് 12 മെഗാ പിക്സലിൻ്റെ സെറ്റപ്പ് ഒന്നുമില്ല, രണ്ടും 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 18 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. സാമ്പിൾസ് കാണിച്ചുകൊണ്ട് തന്നെ പറയാം. iPhone 16 Pro Maxൽ ഞാൻ എടുത്ത ഫോട്ടോസാണ്. പ്രോയും പ്രോ മാക്സും ഒക്കെ ഒരേ സെറ്റപ്പാണ് ക്യാമറ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. സാമ്പിൾ കണ്ടോളൂ. 1x 2x സൂമുകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. അടുത്തൊരു ഇമേജ് കൂടി ഞാൻ 1x ഒന്ന് സൂം ചെയ്തതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. 2x എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതായി കാണാം. ഓവറോൾ രണ്ടും നല്ല ക്വാളിറ്റിയാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോൺ അപ്പടി നല്ലതാണെന്ന് പറയേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. ഈ വർഷത്തെ 17 തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോണുകളുടെ അതേ ലെവലുള്ള ക്വാളിറ്റി ഫോട്ടോസാണ് നമുക്ക് തരുന്നത്. 5x നിങ്ങൾ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ ഈ സെയിം ഇമേജിനെ ഞാൻ 5x സൂം ചെയ്ത് എടുത്ത ഫോട്ടോ ഇതായി കാണുന്നതാണ്. തീർച്ചയായിട്ടും 16 Pro Max ബെറ്റർ ആണ്. വീഡിയോസ് നമ്മൾ കണ്ടു നോക്കിക്കോളൂ. മെയിൻ ക്യാമറയിൽ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോസാണ്. രണ്ടും ഒരുപോലെ HDR പെർഫോമൻസ് ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. രണ്ടും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്, ഒരു വിഷയമില്ല. കാര്യമായി യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഒരേപോലെ ക്വാളിറ്റി ഉണ്ട്. സോ നിങ്ങൾ പ്രോ മാക്സ് എടുത്താലേ വലിയ ക്വാളിറ്റി കിട്ടുള്ളൂ എന്ന് വിചാരിക്കേ വേണ്ട. 17 ക്വാളിറ്റി ഉണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നാലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തു നിന്നും അകത്തു നിന്നും ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ നിന്നും എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും നല്ല ക്വാളിറ്റിയിൽ, ഒരേപോലെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ 17 കുറച്ച് ബെറ്റർ പെർഫോമൻസ് തരുന്നുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ വളരെ ലൈറ്റ് കുറവുള്ള ഒരു സിറ്റുവേഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് 17 ആണ് കുറച്ചുകൂടി നല്ല വീഡിയോ ആയിട്ട് തോന്നിയത്. ബെറ്റർ എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഓവറോൾ ഇത് രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പൈസ കൊടുത്ത് കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോണൊന്നും പോയി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സെൽഫി ആണെങ്കിൽ കംപ്ലീറ്റ് ബെറ്റർ ആണ്. സാമ്പിൾസ് കണ്ട് നോക്കിയേ, ഫോട്ടോസ് എടുത്തിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയാണ് രണ്ടും. പക്ഷേ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 17 ഫോട്ടോ കുറച്ചുകൂടി നല്ല നോയ്സ് കുറവിലാണ് വന്നിരിക്കുന്നത്. 16 Pro Maxലെ ഫോട്ടോസിൽ കുറച്ചധികം നോയ്സ് കാണാം. അതായത് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് iPhone 17 കിട്ടിയത്. ലോ ലൈറ്റിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ 18 മെഗാ പിക്സലുള്ള നമ്മുടെ 17 ഫോട്ടോസാണ്. വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ രണ്ട് സൈഡ് ബൈ സൈഡ് കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. സെൽഫി കൊണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു വിഷയമില്ല, നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സോ സെൽഫി വീഡിയോ ആവട്ടെ, സെൽഫി ഫോട്ടോസ് ആവട്ടെ, എല്ലാം കുറച്ച് ബെറ്റർ 17 മാത്രവുമല്ല, നമുക്ക് 16 Pro Maxൽ ഇല്ലാത്ത കുറേ അഡ്വാൻറ്റേജുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഫോട്ടോ നേരെ പിടിച്ചുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ സൈഡ് ഫോട്ടോസ്, ഈ ഫോൺ ചെരിച്ച് പിടിക്കാണ്ട് തന്നെ നേരെ പിടിച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്ലിക്കിലൂടെ ആ രീതി ചെരിച്ച് പിടിച്ച പോലെയുള്ള ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും സാധിക്കുന്ന സൗകര്യമുണ്ട്. ഒരു എക്സ്ട്രാ ഫീച്ചറാണ്. പിന്നെ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സംഭവം, അതൊന്നും നമുക്ക് പഴയ ഫോണുകളിലില്ല, പുതിയ 17 സോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറകളിൽ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് സെൽഫി ക്യാമറയിൽ പല കാര്യങ്ങളിലും ബെറ്റർ ആയിട്ടും പല ഫീച്ചറുകളും ബെറ്റർ ആയിട്ടും 17 വരുന്നത്. സോ വീഡിയോ പർപ്പസ്, വീഡിയോ ബ്ലോഗൊക്കെയാണ് പർപ്പസ് എങ്കിൽ 17 തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇനി ബാറ്ററി ആൻഡ് ചാർജിങ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും നല്ല സെറ്റപ്പാണ്. 16 Pro നിങ്ങൾ പോയി എടുത്താലും നിങ്ങൾക്ക് അതിൽ 27 അവറിൻ്റെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. ഇതിൽ പക്ഷേ 30 അവറിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് 17 കിട്ടുക 16 Proയേക്കാൾ. അതേപോലെ തന്നെ നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് നോക്കിയാൽ ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. എന്നാലും ഒരു വ്യത്യാസമുണ്ട്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ 50% ചാർജൊക്കെ iPhone 17 ആവും. പക്ഷേ 30 മിനിറ്റ് കൊണ്ടേ 50% ചാർജ് ആവുള്ളൂ 16 Pro. സോ കുറച്ചും കൂടി സ്പീഡിൽ ഫോൺ ചാർജ് ആവുന്ന, ബാറ്ററി ചാർജ് ആവുന്ന സൗകര്യം 17 പക്ഷേ 17 നിങ്ങൾ 40 വാട്ടിൽ കൂടുതലുള്ള ഒരു ചാർജർ ഉപയോഗിക്കണം. 16 Proയിലാവുമ്പോൾ നിങ്ങൾ 20 വാട്ടിൽ കൂടുതൽ പവറുള്ള ഒരു ചാർജർ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യത്യാസമുണ്ട്. എന്നാലും ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് 17 ബാറ്ററി ലൈഫിലും ബെറ്റർ 17 പിന്നെ C2 ചാർജിങ് സപ്പോർട്ടുകളൊക്കെ രണ്ടിലും വരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, നെറ്റ്വർക്ക് റിസപ്ഷൻ കുറച്ചുകൂടി ബെറ്റർ iPhone 17 കാരണം പുതിയ ആപ്പിൾ N1 ചിപ്പ്, Wi-Fi 7, Bluetooth 6 തന്നെ വരുന്നു. പഴയതിൽ Bluetooth 5.3 മറ്റൊക്കെയാണ്, ഇത് Bluetooth 6 തന്നെ വരുന്നു. അങ്ങനെ നെറ്റ്വർക്ക് കണക്ഷൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ നമുക്ക് iPhone 17 പിന്നെ ആക്ഷൻ ബട്ടൺ, ക്യാമറ കൺട്രോൾ ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. സോ മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം പറയുമ്പോഴും 17 കുറച്ച് നന്നായിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ കമ്പാരിസനായിട്ട്, ഇതിൻ്റെ അൺബോക്സിംഗ് പോലും ചെയ്യാണ്ട് നേരെ കമ്പാരിസനായിട്ട് വന്നത്. കാരണം ഓഫർ ടൈം ആണല്ലോ, എടുക്കുമ്പോൾ നല്ലത് എടുത്തോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ വീഡിയോ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോണുകളെക്കാൾ ബെറ്റർ 17 ആണെന്ന് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും മറ്റുള്ള
ആരെങ്കിലും ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കി അവരുടെ അഭിപ്രായം കൂടി കേട്ട് മൊത്തത്തിലൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങനൊരു തീരുമാനം എടുക്കുക. കാരണം ഒഴിവാക്കാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോണാണ്. എന്തൊക്കെ വന്നാലും പ്രോ ഫോൺ ഒരു പ്രോ ഫീലും പ്രീമിയം ഫീലും ഒക്കെ ഉള്ളതാണ്. അത് ഒഴിവാക്കി ഇതെടുക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രീമിയം ലുക്കുള്ള ഫോൺ, 3 ക്യാമറ, പ്രീമിയം സംഭവം, പ്രോറസ് വീഡിയോ, അങ്ങനെ 1 മിനിറ്റിൽ 1 GB ഡാറ്റയൊക്കെ വരുന്ന ഹെവി വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്ന ആളാണെങ്കിൽ അത് പ്രോ ഫോണിലേ ഉള്ളൂ, ഇതിലില്ല. 12 MP ടെലിഫോട്ടോ ലെൻസ് 5x സൂം ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത് നടക്കില്ല. 120 FPS 4K വീഡിയോ 60-30 നമുക്ക് സുഖമായിട്ട് ഇതിൽ ഷൂട്ട് ചെയ്യാം. അപ്പോഴും 120 FPS 4K നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പ്രോ ഫോണിലേ പറ്റൂ, 17-ലില്ല. ഇങ്ങനെ ഹെവി സൈസിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ എയർ ഡ്രോപ്പ് കൊണ്ട് മുതലാവില്ല. അപ്പോൾ നമുക്ക് ഫാസ്റ്റായി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോഴാണ് ഈ പറഞ്ഞ USB 3യുടെ ഉപയോഗം വരുന്നത്. USB 3 പ്രോ ഫോണുകളാണ്, ഇതിൽ USB 2 ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. പ്രോയേക്കാൾ പല കാര്യങ്ങൾ ഇത് ബെറ്ററാന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോ ഫോൺ തന്നെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് പ്രോ എടുക്കണോ 17 എടുക്കണോ, കഴിഞ്ഞ വർഷത്തെ പ്രോ എടുക്കണോ ഈ വർഷത്തെ 17 എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഒന്നിലധികം വീഡിയോ കണ്ടു നോക്കിക്കോളൂ ഇതുപോലത്തെ, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ഞാൻ മാത്രം പറഞ്ഞത് കേട്ട് ബ്ലൈൻഡായിട്ട് പോയി എടുക്കല്ലേ, ചിന്തിക്കുക, ആവശ്യം എന്താണെന്ന് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ അതാണ് iPhone 17ൻ്റെ അൺബോക്സിംഗ് ഒഴിവാക്കിയിട്ട് നേരെ കമ്പാരിസണിലേക്ക് കടന്നു വന്നതിൻ്റെ കാരണം. അൺബോക്സിംഗ് ആയിട്ട് കൂടി കണക്കാക്കിക്കോളൂ. ഇതിൻ്റെ ബോക്സിൽ വേറെ ഒന്നുമില്ല, ഒരു ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുക്ക്ലെറ്റ് പോലും വെക്കുന്നില്ല അവർ. ബുക്ക്ലെറ്റൊക്കെ പിന്നിൽ QR കോഡ് സ്കാൻ ചെയ്തെടുക്കാനാണ് പറയുന്നത്. സോ അപ്പോൾ അൺബോക്സിംഗ് ആയിട്ട് കാണാം, ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് കാണാം, കമ്പാരിസൺ ആയിട്ട് കാണാം. എങ്ങനെ കണ്ടാലും ഉപകാരപ്പെട്ടുവെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ അപ്പോൾ ബൈ.